ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു ലെഫ്റ്റ് ഓവർ ഫുഡ് കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊത്തു പൊറോട്ട. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. സാധാരണ നമ്മൾ കടയിലൊക്കെ പോയി കഴിച്ചു കാണും. ഇത് വീട്ടിൽ തന്നെ ഉള്ള ഫുഡ് കൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ലെഫ്റ്റ് ഓവർ പൊറോട്ടവും ചിക്കനും കൊണ്ട് നമ്മൾ എങ്ങനെയാണ് കൊത്തു പൊറോട്ട ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇവിടെ ഞാൻ വീട്ടിൽ ഇന്നലെ ചെയ്തതാണ് പൊറോട്ട. ഒരു 5 പൊറോട്ട ഇങ്ങനെ ചെറുതായിട്ട് പിച്ച് വച്ചിട്ടുണ്ട്. 2 സവാള നീളത്തിൽ അരിഞ്ഞ് വച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചിക്കൻ പീസസാണ്, ഫ്രൈഡ് ചിക്കൻ. നിങ്ങൾക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇത് ചെറിയ പീസായിട്ട് ഫ്രൈ ചെയ്തതാണ്. ഇത് നമ്മൾ ഷ്രെഡ് ചെയ്ത് ബോൺലെസ് ആയിട്ട് ആക്കിയെടുക്കണം. പിന്നെ 2 ടൊമാറ്റോ, കുറച്ച് കറിവേപ്പില, മല്ലിച്ചീര, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക്, പിന്നെ പൗഡർ ഐറ്റംസ് ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ വേണ്ടത് 2 എഗ്ഗ്. ഇത്രയും വേണം. ഒരു 3 പൊറോട്ടയ്ക്ക് 1 എഗ്ഗ് എന്നുള്ള കണക്കിൽ നമുക്ക് ചേർക്കാം. ഇവിടെ ഒരു കടായി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി. ഇത് ചൂടായിട്ട് നമുക്ക് സവാള ഇട്ട് ആദ്യം വരട്ടാം. എണ്ണ ചൂടായി, സവാള ഇട്ടിട്ടുണ്ട്. സവാള കുറച്ച് വസങ്ങിയിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കൂടി ഇടാം. സവാള കുറച്ച് വഴണ്ട് തുടങ്ങി. ഇനി നമുക്ക് ശകലം ഉപ്പിടാം. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇടുന്നത്, അപ്പോൾ അതിൽ ഉപ്പുണ്ടാകും. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടാം. ഇട്ടിട്ട് വളരും. ഇനി നമുക്ക് പൗഡർ ഐറ്റംസ് ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, പെപ്പർ പൗഡർ എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റാം. ചീനച്ചട്ടിയിൽ വഴറ്റുന്നേക്കാളും പരന്ന ദോശക്കല്ലുണ്ടെങ്കിൽ അതിലിട്ട് നമുക്ക് വഴറ്റാം. ഇരുമ്പ് ചട്ടിയിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. ചീനച്ചട്ടിയിൽ വഴറ്റിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കട്ടിയുള്ള പ്രഷർ പാൻ പോലത്തെ കുക്കർ ഉണ്ടെങ്കിൽ അതിൻ്റെ പാത്രം വച്ചിട്ട് നമുക്ക് ചെയ്യാം. കട്ടിയുള്ളതായിരിക്കണം. മുളക് പൊടിയുടെ പച്ചമണം മാറിയിട്ട് നമുക്ക് ടൊമാറ്റോസ് ചേർക്കാം. ടൊമാറ്റോസ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോസ് നല്ലതുപോലെ സ്മാഷ് ആവുന്നത് വരെ വഴറ്റാം. ടൊമാറ്റോസ് നല്ലതുപോലെ വഴണ്ട് തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇടാം. ചിക്കൻ പീസസ് ഇത് ഫ്രൈഡ് ചിക്കനാണ്. നമുക്ക് നിങ്ങൾ വേണമെങ്കിൽ ഗ്രേവിയിലുള്ള ചിക്കൻ, കറിയിലുള്ള ചിക്കനൊക്കെ ഇടാം. ഇനി ഞാൻ ഇവിടെ 2 എഗ്ഗ് ബീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് ഒഴിക്കാം. അത് ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എഗ്ഗ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊറോട്ടയുടെ കഷ്ണങ്ങൾ ഇടാം. അപ്പോൾ ഇത് 5 പൊറോട്ട ഷ്രെഡ് ചെയ്ത് വെച്ചതാണ്. ആർക്കെങ്കിലും പൊറോട്ടയുടെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി, ഞാനിടാം. ഇത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊറോട്ടയാണ്. നല്ലതുപോലെ ഇനി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയം നമുക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടെങ്കിൽ 1 കരണ്ടി ഗ്രേവി കൂടി ഒഴിക്കാം. ഈ വറുത്തതിൻ്റെ പൊടി, ഇതുപോലെ പൊടി ഉണ്ടെങ്കിൽ എരിവ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് മട്ടൻ ഗ്രേവി, ബീഫ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഇടാം. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, മട്ടൻ ആണെങ്കിലും മട്ടൻ റോസ്റ്റോ. പക്ഷേ ബോൺലെസ് ആയിരിക്കണം. ബോണൊന്നും എടുക്കരുത്. ബോണെല്ലാം മാറ്റിയിട്ട് ഫ്ലഷ് മാത്രം ഇട്ടിട്ട് നല്ലതുപോലെ ഗ്രേവിയോ ഫ്രൈഡോ
ബീഫാണെങ്കിലും അതുപോലെ ഇട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതുപോലെ നല്ലതുപോലെ കുത്തി നമുക്ക് കടയിലൊക്കെ ചട്ടുകം വെച്ച് ഇങ്ങനെ കുത്താറുണ്ട്, ദോശക്കല്ല്. അതുപോലെ നമുക്ക് കുത്തി ഡ്രൈ ആവുന്നത് വരെ നല്ല മിക്സ് ചെയ്യണം. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചീരയും കൂടി ഇടാം. ഇത് കുറച്ചുകൂടി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് വാങ്ങി വിളമ്പാം. നമ്മുടെ ചൂട് കൊത്തു പൊറോട്ട റെഡിയായി. നമുക്കിനി പ്ലേറ്റിലേക്ക് വെച്ച് വിളമ്പാം. ഇത് നല്ലതുപോലെ ചൂടായിട്ടും സ്പ്ലിറ്റഡ് ആയിട്ടും നല്ലപോലെ ഡ്രൈ ആയിട്ടും ഉണ്ട്. ഇത് നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് എടുത്ത് വിളമ്പാം. നമ്മുടെ കൊത്തു പൊറോട്ട റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ചെയ്യാമെന്നുള്ളത് നമ്മുടെ വീട്ടിൽ ലെഫ്റ്റ് ഓവർ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പൊറോട്ട ആയാലും കുഴപ്പമില്ല. ഇത് വീട്ടിൽ ചെയ്ത പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും ബാക്കി വരും. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഇങ്ങനെ ഗ്രേവിയോ ഫ്രൈയോ ഉണ്ടെങ്കിൽ, ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വെറും മുട്ട മാത്രം വെച്ചും ഇതുപോലെ ഉണ്ടാക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഗ്രേവിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടണം. അല്ലെങ്കിൽ നമുക്ക് ഉള്ളിയിലും തക്കാളിയിലും കുറച്ച് ഉപ്പിടാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്ന് ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.